റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട് ഇന്ന് വിൽക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത്. ഇത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നാകുമ്പോൾ ഒരു 2.5 കിലോമീറ്റർ ദൂരവും, അതുപോലെ നമ്മുടെ പന്നിയങ്കര ടോൾ പ്ലാസയുണ്ട്, തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ പന്നിയങ്കര ടോൾ പ്ലാസയുടെ അവിടെ നിന്നാകുമ്പോൾ അതുപോലെ ഒരു 2.5 കിലോമീറ്റർ ദൂരത്തായിട്ട് ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ 1 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് ഇതാ ഈ കാണുന്ന വീടും 12 സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിന് വലിയ കാര്യമായിട്ടുള്ള വിലയൊന്നും പറഞ്ഞിട്ടില്ല. വീടിൻ്റെ ഉള്ളിലൊക്കെ നിറയെ റൂമുകളാണ്, ഒരു 4-5 റൂമും അടുക്കളയും ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ല നല്ല വീടുകളൊക്കെ വരാൻ പോകുന്ന രീതിക്കുള്ള ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ ടാറിങ് ആവും, എല്ലാ ഭാഗത്തേക്കും ടാറിങ് വഴിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അപ്പുറമുള്ള വീട്ടിലൊക്കെ താമസമുണ്ട്. അപ്പോൾ ഇതിൽ ഈ 4 ഏക്കറോളം സ്ഥലത്ത് ആദ്യം ഉണ്ടായിരുന്നൊരു വീടാണിത്. അപ്പോൾ അത് ആ വീട് പൊളിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് കേട്ടോ, കിഴക്ക് മുഖമായിട്ടുള്ള വീടാണ്. അപ്പോൾ വീട് പൊളിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വീടും അതിനോട് ചേർന്നൊരു 12 സെൻറ്റ് സ്ഥലവും മൊത്ത വിലയായിട്ട് പറഞ്ഞിരിക്കുന്നത് 18.5 ലക്ഷം രൂപയാണ്. വെറും 18.5 ലക്ഷം രൂപ. മുറ്റത്തൊക്കെ ഇന്റർലോക്ക് കട്ടതുപോലെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇപ്പോൾ ഈ വണ്ടിക്കാരെ കൊണ്ട് നിർത്തിയിട്ട് മണ്ണും പൊടിയൊക്കെ ആയതാണ്. മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചുറ്റുഭാഗം റബ്ബർ മരവും മറ്റുള്ള മരങ്ങൾ തേക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മുറിച്ച് മാറ്റി അപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ആയിട്ട് കൊടുക്കാനിട്ടിരിക്കുന്ന സ്ഥലവും അതിൽ തന്നെ വീട് പണിത് കൊടുക്കാനിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ ഭാഗം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാക്സിമം ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നിറയെ വീടുകൾ ഒരു തുളസിത്തറയൊക്കെ ഉണ്ട് ഈ വീട്ടിൽ, പഴയ ആൾക്കാർ താമസിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു VIP ഹൗസിംഗ് കോളനി ആകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. മൊത്തത്തിൽ 4 ഏക്കർ സ്ഥലത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് 12 സെൻറ്റ് സ്ഥലത്തിൽ താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു ഓടിട്ട വീട്. അപ്പോൾ ഇതിൽ വലിയ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നുമില്ല. വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വീടിൻ്റെ പുറകുവശത്ത് പഴയ കാലത്തുള്ള ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റേണ്ട പണി മാത്രമേ എൻ്റെ നോട്ടത്തിൽ ഈ വീടിനുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പണികളോ അല്ലെങ്കിൽ ജീർണിച്ചതോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായതോ പൊട്ടിപ്പൊളഞ്ഞ ചുമര് ഭാഗങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് വശത്തേക്ക് നമുക്ക് കയറി ഉടനെ തന്നെ ഈ ലിവിങ് റൂം വാർത്ത ഭാഗമാണ്, വാർത്തത്. അതുപോലെ 1-2 ഭാഗത്തൊക്കെ ആയിട്ട് ഈ 2 മുറിയും ഒരു ഹാളും ഒരു ഡൈനിങ് ഹാളൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ കാവിയാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് അടച്ചു പൂട്ടിക്കിടന്നിരുന്നൊരു വീടാണ്. അപ്പോൾ വീടിന് വില പറഞ്ഞിട്ടില്ല എങ്കിലും 12 സെൻറ്റ് സ്ഥലത്തിനും താമസയോഗ്യമായിട്ടുള്ളൊരു വീടിനും കണ്ടോ, മുകളിലൊക്കെ തട്ടിട്ടിട്ടുള്ളതാണ്. തട്ടിട്ട് മച്ചുകൊണ്ടൊക്കെ പണ്ട് കാലത്ത് മച്ചിടുമല്ലോ, തട്ടിട്ടുള്ളൊരു വീടാണ്. അതിൽ നമുക്ക് 2 മുറിയിലോ മറ്റൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വരുന്നുണ്ട്, അതുപോലെ കോമൺ ബാത്റൂം സൗകര്യം വരുന്നുണ്ട്. ഏകദേശം ഒരു 3-4 ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ വലിയ തരത്തിലുള്ള കേടുപാടുകളൊന്നും ഇല്ലാത്ത ഈ വീടിന് ചോദിച്ച വിലയാണ് ഞാൻ പറഞ്ഞ വെറും 18.5 ലക്ഷം രൂപ. കിഴക്ക് ദർശനം, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു വീട്. അപ്പോൾ ഇതിൽ 2-3 ഭാഗത്തൊക്കെ തട്ടിട്ടിട്ടുണ്ട്. ബാക്കി പിന്നീട് അവർ പുറകിലേക്ക് എടുത്ത സമയത്താണെന്ന് തോന്നുന്നു അതിലേക്ക് ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതും വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ റൂമൊക്കെ നമുക്ക് തട്ടിട്ടതാണ്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വരുന്നുണ്ട്. ഇവിടെ ഇത് നിലം കാവ്യാണ് കേട്ടോ, അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിലം പൊട്ടിപ്പൊളിഞ്ഞ് അടർന്നു പോകാനൊന്നും ആയതല്ല. അപ്പോൾ വടക്കഞ്ചേരി ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഞാൻ പറഞ്ഞു തന്നുണ്ടോ, പഴയ കാലത്തുള്ള ചുമർപ്പെട്ടി. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും വെറും 2.5 കിലോമീറ്റർ ദൂരം. അപ്പോൾ നമുക്കൊരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളുണ്ട്. 1 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതുപോലെ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്. ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ. ഇത് ഈ അടുക്കളയുടെ ഭാഗം വരുന്നതാണ്. ഇവിടെ തട്ടിട്ടിട്ടില്ല. അതിനുള്ള മുകളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു സൈഡിലൂടെ ഒരു സ്റ്റെയർ, പഴയകാല മരക്കോണിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തട്ടിടാം വാങ്ങുന്നവർക്ക്. അതുപോലെ അതിൻ്റെ കഴുക്കോലും പട്ടിയൊക്കെ ഇപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊക്കെ പോയ ഭാഗങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ചെതലും കാര്യങ്ങളും മറ്റുള്ളതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിക്കുള്ള ഒരു ഉള്ളിൽ നല്ല രീതിക്കൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും, അതുപോലെ വേണമെങ്കിൽ ഇതിന് മുകളിൽ വിരിച്ചിട്ടുള്ള ആസ്പെറ്റോസിൻ്റെ ഷീറ്റ്, ഇതെവിടെയാണ് അടുക്കള, വിറകടുപ്പ് കത്തിക്കുന്ന അടുക്കള സൗകര്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ആവശ്യക്കാരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇപ്പോൾ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-33 കിലോമീറ്ററും തൃശ്ശൂർക്കാണെങ്കിലും അതുപോലെ ഒരു 33 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ സൗകര്യം വരുന്നത്. വീടിനകത്ത് തന്നെ ഒരു അലക്കുകല്ലും
അതിൻ്റെ തൊട്ട് ഇപ്പുറയായിട്ട് നമുക്കൊരു കോമൺ ആയിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഇതിൽ വലിയൊരു ബോർവെല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് വാങ്ങുന്നവർക്ക്, കാരണം അതൊരു സൈഡിലാണ് കിടക്കണം, അത് വാങ്ങുന്നവർക്ക് ആ ഭാഗത്ത് സ്ഥലം വാങ്ങുന്നവർക്കാണ് അത് കിട്ടുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബോർവെൽ അടിക്കാം. അതല്ലെങ്കിൽ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആകുന്ന സമയത്ത് തന്നെ ഒരു വലിയ ടാങ്ക് പണിത് അതിൽ നിന്ന് നമുക്ക് വെള്ളം സപ്ലൈ കിട്ടുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ബോർവെൽ അടിച്ച് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാം. അപ്പം നല്ല രീതിക്ക് തന്നെ ചുമര് ഭാഗങ്ങൾക്കൊന്നും കേടില്ലാത്ത ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, വെറും 18.5 ലക്ഷം രൂപ. ഒരു വലിയ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നാണ്, അതുപോലത്തെ വലിയ ഫാമിലികളുണ്ടെങ്കിൽ വന്ന് താമസിക്കാം കേട്ടോ. അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ്, വിട്ട് കളയരുത്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പാലക്കാട് ജില്ലയാണ്, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്, ഈ മൊത്തം സ്ഥലത്തേക്കും വരുന്ന വഴി മണ്ണ് റോഡാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് മുഴുവൻ ടാറിങ് ചെയ്ത് മനോഹരമാക്കി തരുന്നുള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലോട്ട് അടിക്കലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലോട്ട് തിരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടാറിങ് ആവുന്നതായിരിക്കും. നല്ല വേറെ വീടുകൾ വെച്ച് വിൽപ്പന നടത്തുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് വടക്കഞ്ചേരിയിൽ, അവരുടേതാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വില ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 12 സെന്റ് സ്ഥലവും 1400ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില വെറും 18.5 ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനോട് ചേർന്ന് നമുക്ക് ഒരു 10 സെന്റ് സ്ഥലവും കൂടെ മേടിക്കണം, 2 സൈഡിലോ അല്ലെങ്കിൽ പുറകിലൊക്കെ ഇതിൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതും ഉടമസ്ഥനുമായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ച് വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ. നല്ല ഏരിയയിലാണ്, കാരണം ഇന്ന് കാലത്ത് ഒരു ചെറിയ ഷെഡ് വെക്കണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവാണ്. അപ്പോൾ അങ്ങനെയുള്ളവിടെ നല്ലൊരു വീടും 12 സെന്റ് സ്ഥലവും വെറും 18.5 ലക്ഷം. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക, ചാനൽ ഫോളോ ചെയ്യുക. ബൈ.